മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കേരള യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുതിയ പശ്ചാത്തലത്തിൽ ഈ പ്രമേയം പ്രസക്തമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ വർഗീയതയും അതുപോലെ മനുഷ്യന് നിരക്കാത്ത പ്രവർത്തനങ്ങളും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാഹചര്യമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കേരള മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം അത് ഇസ്ലാം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പരിശുദ്ധമായ ആശയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിലൂടെ ഉദ്ഘോഷിക്കുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നിയമങ്ങളും നിയമാവലികളും വളരെ കൃത്യമായി പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ മതം പറയുന്നു ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. ആരെയും നിർബന്ധിച്ച് മതത്തിലേക്ക് ആളെ കൂട്ടുന്ന ഒരു വിഷയം നമ്മുടെ മതത്തിലില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇസ്ലാം വ്യക്തമാണ്, ഇസ്ലാം വളരെ കൃത്യമാണ്. ആർക്കും എപ്പോഴും ഒന്ന് പഠിക്കാം, പരിശോധിക്കാം, വിലയിരുത്താം. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. നോക്കൂ നിങ്ങൾ എത്രമാത്രം പരിശുദ്ധമായ ആശയമാണിത്. ഈ ഒരു ആശയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നാട്ടിൽ ജാതിയുടെയോ വർഗത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ പരസ്പരം തല്ലേണ്ട വിഷയങ്ങൾ വരുന്നില്ല, പരസ്പരം തെറ്റിദ്ധരിക്കേണ്ട അവസ്ഥകൾ വരുന്നില്ല, പരസ്പരം ആക്രമിക്കാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, സംഘട്ടനങ്ങൾ ഉണ്ടാക്കാതെ മനുഷ്യരെല്ലാവരും മനുഷ്യത്വത്തിന് മൂല്യം കൽപ്പിച്ച് മുന്നോട്ട് പോകണം. മതത്തിന്റെയോ വർഗത്തിന്റെയോ നിറത്തിന്റെയോ പേരിൽ ഒരിക്കലും പരസ്പരം പോരടിക്കരുത്. എത്ര പരിശുദ്ധമാണ് ഈ ആശയം. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജന്മദേശത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് സമരങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ സഹിച്ചതിനു ശേഷം മക്കം ഫതഹിലൂടെ പരിശുദ്ധമായ മക്ക കീഴടക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ലക്ഷക്കണക്കിന് സ്വഹാബത്തും കടന്നു വരികയാണ്. അപ്പോഴും മക്കയിൽ അമുസ്ലിമീങ്ങളുണ്ട്, മക്കയിൽ അമുസ്ലിമീങ്ങളും അതുപോലെ തന്നെ ജൂതന്മാരും മുശ്രിക്കുകളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യത്തിന്റെ ഭരണം അവിടുത്തെ കയ്യിൽ കിട്ടിയിട്ടും അവരോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അൻതുമുൻ തുലഖാ, യു ആർ ഫ്രീ, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾക്ക് പകരം വീട്ടുന്ന പ്രശ്നമില്ല, നിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നില്ല, നിങ്ങൾ ആട്ടി ഓടിക്കപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഇവിടെ സുഖമായി ജീവിക്കാം, നിങ്ങൾ സ്വതന്ത്രരാണ്. അൻതുമുൻ തുലഖാ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രമാത്രം പരിശുദ്ധമായ ആശയമാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യോഗ്യമായ മതം ഇസ്ലാം മാത്രമാണ്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുകയുള്ളൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകരാണ്. ഈ വിശ്വാസമുള്ളവർക്ക് നാളെ പാരത്രിക ലോകത്ത് വിജയിക്കാൻ കഴിയും. ഈ സത്യം വിളിച്ചു പറയുമ്പോൾ തന്നെ ഈ സത്യത്തിലേക്ക് ആളുകളെ നല്ല രൂപത്തിൽ ജനങ്ങൾ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കലും മതത്തിന്റെയോ വർഗത്തിന്റെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കണമെന്ന പരിശുദ്ധമായ ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതാണ് പ്രിയപ്പെട്ട ഇസ്ലാം സമാധാനമാണ്, ഇസ്ലാം ശാന്തിയാണ്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും തകിടം മറിക്കാൻ ഇവിടെ കുൽസിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെല്ലാവരും ജനപക്ഷത്ത് നിന്നുകൊണ്ട്, മനുഷ്യത്വത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തിന്മകൾക്കെതിരെ, അധർമ്മത്തിനെതിരെ, വർഗീയതക്കെതിരെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായാധിക്യത്തിലും നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി, മുസ്ലിം ഉമ്മത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി നിലയുറപ്പിച്ച ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമക്കടക്കം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ജേതാക്കൾക്കും നേതാക്കന്മാർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉലമാക്കളുടെ തണൽ ഒരുപാട് കാലം നമുക്ക് നൽകുമാറാവട്ടെ. രാജ്യത്തിന്റെയും അതുപോലെ തന്നെ ഐക്യത്തിന്റെയും ഒക്കെ ശ്രമങ്ങളെ തകർക്കുന്നവരെ അല്ലാഹു തആല പരാജയപ്പെടുത്തട്ടെ.